പീഡനക്കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയുണ്ടാകും. മണ്ണാർക്കാട് പ്രത്യേക SC/ST കോടതിയാണ് വിധി പറയുക. വ്യാജാരോപണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. താമസ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, എപ്പോഴാണ് പരിഗണിക്കുന്നത്? പ്രതിഭാഗത്തിന്റെ വാദം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദം പൂർണ്ണമായി തള്ളുകയാണോ? വ്യാജാരോപണങ്ങൾ എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് തന്നെ മണ്ണാർക്കാട് പ്രത്യേക SC/ST കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു ദളിത് യുവതി പോലീസിൽ അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമെല്ലാം ഒരു പരാതി നൽകുന്നത്. പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള പ്രശോഭ് സി വത്സൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു യുവതിയുടെ പരാതി. ജോലി വാഗ്ദാനം ചെയ്ത ശേഷം പിന്നീട് താമസ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറിയും അതിനുശേഷം പിന്നീട് ഈ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കാറിൽ കയറ്റിയും അതിക്രമിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഈ യുവതി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയ പരാതി. ആ പരാതിക്ക് പിന്നീട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തോടുകൂടി പ്രശോഭ ഒളിവിൽ പോവുകയായിരുന്നു. ഈ ഒളിവിൽ ഇരുന്നു കൊണ്ടാണ് പ്രശോഭ മുൻകൂർ ജാമ്യം തേടി മണ്ണാർക്കാട് കോടതിയെ സമീപിച്ചത്. ഇന്നലെ പ്രതിഭാഗം ഉൾപ്പെടെ ഈ പ്രശോഭിന് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വാദങ്ങളായിരുന്നു കോടതിയിൽ നടത്തിയിരുന്നത്. ഈ പ്രതിയും അതുപോലെ തന്നെ ഈ അതിജീവിതയും തമ്മിൽ പരിചയമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള വാദങ്ങൾ പ്രതിഭാഗം നടത്തിയപ്പോൾ ഇത് പൂർണ്ണമായും തള്ളുകയായിരുന്നു പ്രോസിക്യൂഷൻ. ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പ്രതിഭാഗം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ ഇത് പൂർണ്ണമായി തള്ളുന്നു. മാത്രമല്ല അതിജീവിത തന്നെ ഇന്നലെ കോടതിയിൽ നേരിട്ടെത്തിയിരുന്നു. എന്തൊക്കെ ദുരനുഭവങ്ങളാണ് തനിക്ക് നേരിട്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ വിസ്തരിക്കുകയും ചെയ്തു. ഏതായാലും ഇതിനെല്ലാം ശേഷമാണ് പിന്നീട് കോടതി വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിയത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് തന്നെ വിധി പറയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രശോഭ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രശോഭനെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. ഒളിവിലിരുന്നു കൊണ്ടായിരുന്നു പാലക്കാട്ടെ അഭിഭാഷകരുടെ എല്ലാം സഹായത്തോടുകൂടി പ്രശോഭ ഈ മുൻകൂർ ജാമ്യം തേടി മണ്ണാർക്കാട് കോടതിയെ സമീപിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും എത്രയും പെട്ടെന്ന് പ്രശോഭനെ പിടികൂടണമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളെല്ലാം നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴും പ്രശോഭനെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല. പാലക്കാട് DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രശോഭനെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പോലീസ് പങ്കുവച്ചിരുന്നു. പ്രശോഭന്റെ സുഹൃത്തുക്കളെ അതുപോലെ തന്നെ പ്രശോഭന്റെ മൊബൈൽ നമ്പർ എല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പക്ഷേ പ്രശോഭനെ മാത്രം പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഉടൻ തന്നെ പ്രശോഭനെ പിടികൂടാനുള്ള നീക്കത്തിലേക്ക് പോലീസ് സംഘം കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.